സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ രണ്ട് പ്രോബ്ലംസാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എല്ലാ കമ്പോണൻസും, സാലറിയുടെ എല്ലാ കമ്പോണൻസും, വി നോ ദാറ്റ് സാലറി ഹാസ് ഗോട്ട് 8 components. Sometimes a person might have all these 8 components or sometimes a few of them. അപ്പോൾ അതുപോലെ എല്ലാ കമ്പോണൻസും വരുന്ന പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പ്രോബ്ലംസ് ഹാവിങ് all the components of salary. First problem, we just discussed the problems. നിങ്ങളത് തനിയെ ചെയ്ത് നോക്കണം. സൊല്യൂഷൻ ഈസ് ഓൾസോ ഗിവൺ ഇൻ ദ സ്ലൈഡ്സ്. 6 സ്ലൈഡേ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യും. ആക്ച്വലി ഇഫ് വി ആർ ഇൻ ദ ക്ലാസ് റൂം, നമ്മൾ പ്രോബ്ലം നോട്ട് ഡൗൺ ചെയ്യുകയും വി ഡിസ്കസ് ദ പ്രോബ്ലംസ് ആൻഡ് യു വർക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതിന് പകരം ബോർഡിൽ ചെയ്തതുപോലെ ഐ ഹാവ് വർക്ക്ഡ് ഔട്ട് ദ സൊല്യൂഷൻ, യു ജസ്റ്റ് വർക്ക് ഔട്ട് ദ പ്രോബ്ലംസ് നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യുക. ഞാൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മിസ്സസ് കനകയുടെ പ്രോബ്ലമാണ്. Her basic salary is given, DA is given, and it is considered for retirement benefits. It specified that it is considered for retirement benefits, which means that HRA definition കാണിക്കാം, RPF definition ഉണ്ടെങ്കിൽ അതിൽ കാണിക്കാം, എല്ലായിടത്തും ഈ DA നമുക്ക് കാണിക്കാം, because it is considered for retirement benefits and it is a fully taxable allowance also. HRA is given, it is 3,500 per month. Rent paid തന്നിട്ടുണ്ട്, നിങ്ങൾ കമ്പ്യൂട്ടേഷൻ ചെയ്യണം. ലീവ് ട്രാവൽ കൺസെഷൻ ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. ടാക്സ് ഫ്രീ ആയിട്ടുള്ളൊരു പെർക്വിസിറ്റ് ആണ്, എക്സെംപ്റ്റ് ആയിട്ട് കാണിക്കാം. ദെൻ ഫെസ്റ്റിവൽ അലവൻസ്, വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് എ ഫുള്ളി ടാക്സബിൾ അലവൻസ്. ബോണസ്, ഇറ്റ്സ് എ ഫുള്ളി ടാക്സബിൾ കമ്പോണൻറ്റ് ഓഫ് സാലറി, ഫുള്ളി ടാക്സബിൾ ആണ്. മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, ദാറ്റ് ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. വേറെ ഒന്നും മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. അതർവൈസ് ഇറ്റ് ഷുഡ് ബി ഗിവൺ ദാറ്റ് അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണർ അടുത്തായിരുന്നു എന്നോ വിദേശത്തായിരുന്നു എന്നോ ഒക്കെ അത് പ്രത്യേകം സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ടാക്സബിൾ ആകുന്നുള്ളൂ. അതർവൈസ് മെഡിക്കൽ ബെനിഫിറ്റ് ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. സോ ഇത് നമുക്ക് എക്സെംപ്റ്റ് എന്ന് കാണിക്കാം. ദെൻ സ്മോൾ കാർ പ്രൊവൈഡഡ് ഫോർ ഓഫീസ് യൂസ്. അപ്പോൾ കാറിൻ്റെ വാല്യുവേഷൻ, കാറുണ്ട് ഇവിടെ, കാറിൻ്റെ വാല്യുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട്സ് തന്നിട്ടുള്ളത് റെഫർ ചെയ്യണം. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഐ ഹാവ് ഷെയർഡ് നോട്ട്സ് ഓൺ വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ്. അപ്പോൾ സ്മോൾ കാർ പ്രൊവൈഡഡ് ഫോർ ഓഫീസ് യൂസ്, അപ്പോൾ അത് നോക്കുക. അത് നോക്കുമ്പോൾ കാണാൻ പറ്റും അത് എംപ്ലോയറുടെ കാറാണെങ്കിലും എംപ്ലോയീൻ്റെ കാറാണെങ്കിലും, ഇഫ് വലിയ കാറാണെങ്കിലും ചെറിയ കാറാണെങ്കിലും, ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസസ് ദ വാല്യൂ ഷാൽ ബി ടേക്കൺ ആസ് നിൽ. ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് കാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ നില്ലാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എക്സെംപ്റ്റ്. ദെൻ സാലറി ഓഫ് ദ സെർവൻറ്റ് ഇസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. അപ്പോൾ സെർവൻറ്റ് ഒക്കെ ആണെങ്കിൽ അയാളുടെ സാലറി തന്നെയാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. സോ 300 per month വിൽ ബി ടാക്സബിൾ. Then RPF contribution is given. Employer also contributes a similar amount. So you have to compute, നമ്മൾ പറഞ്ഞതുപോലെ 12%-നേക്കാൾ കൂടുതലുണ്ടോ എന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കണം. If it exceeds 12% of salary, then that excess will be taxable. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, എംപ്ലോയിയുടേത് സാലറിയിലുണ്ട്, ബേസിക് സാലറിയിലുണ്ട്. സോ യു മേ ഇഗ്നോർ ഇറ്റ്. ദെൻ പെർക്വിസിറ്റ്, ടാക്സ് ഓൺ പെർക്വിസിറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. അതായത് എംപ്ലോയിയുടെ ഏതോ ഒരു പെർക്വിസിറ്റുമ്പോൾ ടാക്സ് ഉള്ളത് എംപ്ലോയർ പേ ചെയ്തു, വിച്ച് മീൻസ് ദാറ്റ് ദ എംപ്ലോയർ ഹാസ് പെയ്ഡ് എൻ ഓബ്ലിഗേഷൻ ഓഫ് ദി എംപ്ലോയി. ഇത് ഒരു ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ടാക്സ് ഓൺ പെർക്വിസിറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. സോ ദാറ്റ് വാല്യൂ ഈസ് ഓൾസോ എക്സെംപ്റ്റ്. പിന്നെ ഗിഫ്റ്റ് ഇസ് ഗിവൺ, ദീപാവലിയിൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, 5000 രൂപ വരെ ഗിഫ്റ്റ് എക്സെംപ്റ്റ് ആണ്. ഇഫ് ദ ഗിഫ്റ്റ് വാല്യൂ എക്സീഡ്സ് 5000 ദറ്റ് എക്സസ് വിൽ ബി ടാക്സബിൾ. അപ് ടു 5000 എക്സെംപ്റ്റ് ആയതുകൊണ്ട് ഈ 3000 ഇവിടെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഇസ് എക്സെംപ്റ്റ്. ദെൻ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഇസ് ഗിവൺ. കനക ഹാസ് പെയ്ഡ് എൻ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഓഫ് 2000. അത് നമുക്ക് സെക്ഷൻ 16 ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാവുന്നതാണ് ഫ്രം ഗ്രോസ് സാലറി. സോ യു കമ്പ്യൂട്ട് ദിസ് പ്രോബ്ലം. ദ സൊല്യൂഷൻ ഇസ് ഗിവൺ ഇൻ ദിസ് സ്ലൈഡ്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, വി ഓൾറെഡി ഡിസ്കസ്ഡ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് സാലറി. പോസ് ചെയ്തിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് യു മേ ടേക്ക് ഡൗൺ ദീസ് സൊല്യൂഷൻ, എന്നിട്ട് ചെക്ക് ചെയ്യുക വെദർ നമ്മൾ പറഞ്ഞെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. In the next problem, Mr. Pillai, he is working in a textile mill in Ahmedabad and he has a basic salary, പിന്നെ DA തന്നിട്ടുണ്ട്, and its half is considered for retirement benefits. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, DA is a fully taxable allowance. Full amount should be shown in the salary statement. സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ ഫുൾ എമൗണ്ട് കാണിക്കുകയും പക്ഷേ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിന് ഹാഫേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HRA ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ ഡെഫിനീഷനിലും RPF ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനീഷനിലും നമ്മളിതിൻ്റെ പകുതി മാത്രമേ, അതുപോലെ തന്നെ റെൻറ്റ് ഫ്രീ ഹൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷനിലും നമ്മൾ DA എപ്പോഴും ഹാഫേ കാണിക്കാൻ പറ്റുള്ളൂ ഈ പ്രോബ്ലത്തിൽ, ബിക്കോസ് ഓൺലി ഹാഫ് ഇസ് കൺസിഡേർഡ് ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇസ് ഗിവൺ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇസ് എ ഫുള്ളി പാർഷ്യലി ടാക്സബിൾ ആണെങ്കിലും മിസ്റ്റർ പിള്ളൈ ഈസ് എ പ്രൈവറ്റ് എംപ്ലോയി, സോ ദാറ്റ് വിൽ ബി ഫുള്ളി ടാക്സബിൾ. Then children education allowance is given. It is for only one child and it is given 350 per month.
നമുക്കറിയാം എഡ്യൂക്കേഷൻ അലവൻസ് ഇസ് എ സ്പെഷ്യൽ അലവൻസ് ഫോർ പേഴ്സണൽ പർപ്പസസ് ആൻഡ് ഇറ്റ് ഈസ് എക്സെംപ്റ്റ് അപ് ടു ₹100 per month. അപ് ടു എ മാക്സിമം ഓഫ് 2 children എന്നാണ്. ഇവിടെ ഒരു കുട്ടിയുള്ളൂ, അപ്പോൾ ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് ടാക്സബിലിറ്റി ഇല്ല, എക്സെംപ്റ്റ് ആണ്. അപ്പോൾ ബാക്കി 250 രൂപയ്ക്ക് ടാക്സബിലിറ്റി ഉണ്ട്. അപ്പോൾ 250 per month will be taxable, 100 per month will be exempt. Okay, then provided a rent-free house. So Mr. Pillai is given a rent-free house, the fair rental value of which is given, but the population is also given, it is exceeding 25 lakhs, which means that നിങ്ങൾക്ക് ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫർദർ ഇൻഫർമേഷൻ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ദാറ്റ് അത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഒരു വീടാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അതർവൈസ് ഇറ്റ് ഷുഡ് ബി ഗിവൺ ദാറ്റ് ദ ഹൗസ് ഈസ് ടേക്കൺ ഓൺ റെൻറ്റ് ബൈ ദ എംപ്ലോയർ എന്ന് പറയണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ 15% ഓഫ് സാലറി ഓർ ദ ഫെയർ റെൻ്റൽ വാല്യൂ വിച്ച് എവർ ഇസ് ലെസ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഓഫ് കോഴ്സ് in the absence of information it should be taken that the house is owned by the employer and it is in a city where population exceeds 25 lakhs. So the value of the rent-free house will be 15% of salary, and the salary should have a definition, is having a definition. You should work it out separately in your working notes and then you calculate 15% of that salary. And he is also given furniture worth ₹48,000. So അതിൻ്റെ ഒരു 10% കൂടി വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. That will give you the value of rent-free house. Then he is also given a small car and it's for private use. Private യൂസിന് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഇറ്റ്സ് മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് കോസ്റ്റ് ഡ്രൈവർ സാലറി ആണ്. അത് നിങ്ങൾ നോട്ട് റെഫർ ചെയ്യുക, then you can get it. Okay, then he is given free lunch at office. അത് ₹60 per meal ആണ് and for 250 days ആണ് കൊടുത്തിരിക്കുന്നത്. It is given that up to ₹50 per meal it's a tax free perquisite. 50 രൂപ വരെ എക്സെംപ്റ്റ് ആണ്, ബാക്കി ഉള്ള 10 രൂപയ്ക്ക് ഇവിടെ ടാക്സബിലിറ്റി വരും. സോ 250 ദിവസത്തേക്ക് 10 രൂപ വെച്ച് 2500 രൂപയ്ക്ക് ടാക്സബിലിറ്റി ഉണ്ട്. 50 രൂപ വരെ എക്സെംപ്റ്റ് ഫ്രീ ലഞ്ച്. നെക്സ്റ്റ് is reimbursed ₹15,000 for medical treatment in a private hospital. Here it is given that the medical treatment is done in a private hospital, so the full amount of reimbursement will be taxable. Medical benefit, though it is a tax-free perquisite, but if the treatment is done in a private hospital or any other not approved ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ full amount of medical reimbursement will be taxable. So here ഈ 15,000 taxable ആണ്, it's not tax-free. Only because the treatment is in a private hospital. Then company and he is contributing 14% of salary to RPF. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, RPFലേക്ക് 14% ആണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് 2% ടാക്സബിലിറ്റി ഉണ്ടാവും. ബിക്കോസ് വി നോ ദാറ്റ് 12% വരെയാണ് എക്സെംപ്റ്റ് ഉള്ളൂ. എക്സസ് ഓഫ് 12% that 2% will be taxable. സോ എല്ലാ ഐറ്റംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിലും ഐ ഹാവ് ഗിവൻ യു ദ സൊല്യൂഷൻ ചെക്ക് ചെയ്യുക. റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷൻ ഇസ് ഓൾസോ ഗിവൺ. ആ 15% ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, ബിലോ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് സാലറി ഡെഫിനേഷനിലുള്ള ഐറ്റംസ് ആണ്. 84,000 ബേസിക് പേ, 15,000 DA ആണ്, ബിക്കോസ് ഹാഫ് ഇസ് ഓൺലി കൺസിഡർഡ് ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. 18,000 ഇസ് എൻ്റർടൈൻമെൻറ്റ്, എല്ലാ ടാക്സിബിൾ അലവൻസസും എടുക്കണം, ബോണസ് എടുക്കണം. ഇവിടെ ബോണസ് ഇല്ല. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസും ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ 15% ആണ് 18,000 വരുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 10% ആഡ് ചെയ്തിരിക്കുന്നു. വിൽ ഗിവ് യു 22,800. സോ പ്ലീസ് ചെക്ക് ദിസ് ആൻസർ ആൻഡ് യു വർക്ക് ഇറ്റ് ഔട്ട് സെപ്പറേറ്റ്ലി ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. പ്ലീസ് വർക്ക് ഔട്ട് ദീസ് പ്രോബ്ലംസ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇഫ് യു ഫോളോ മീ സിസ്റ്റമാറ്റിക്കലി. ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ലേൺ ഇൻകം ടാക്സ്. Okay, hope you will work out these problems in your notebook. Okay, with this I wind up and thank you and see you tomorrow. Bye.